നമസ്കാരം, UK മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. ബ്രിട്ടീഷ് സേനയെ സഹായിച്ച 19,000 അഫ്ഗാനി സ്വദേശികളുടെ സ്വകാര്യ വിവരങ്ങൾ ചോർന്ന സംഭവത്തിൽ മുൻ കൺസർവേറ്റീവ് സർക്കാരിനെതിരെ ഗുരുതര വിമർശനം. 2022 ഫെബ്രുവരിയിൽ താലിബാൻ അഫ്ഗാനിസ്ഥാൻ ഏറ്റെടുത്തതിന് പിന്നാലെ UKയിലേക്ക് മാറാൻ ആഗ്രഹിച്ചവരുടെ പേര് സംബന്ധിക്കാനുള്ള വിവരങ്ങൾ, കുടുംബ വിശദാംശങ്ങൾ എന്നിവ അടങ്ങിയ ഒരു സ്പ്രെഡ്ഷീറ്റ് UK പ്രതിരോധ മന്ത്രാലയ ഉദ്യോഗസ്ഥൻ തെറ്റായി ഇമെയിൽ ചെയ്തതാണ് ചോർച്ചയ്ക്ക് കാരണം. 2023 ഓഗസ്റ്റിൽ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഈ വിവരങ്ങൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ സർക്കാർ ഇത് തിരിച്ചറിഞ്ഞു. എന്നാൽ കൺസർവേറ്റീവ് സർക്കാർ ഒരു സൂപ്പർ ഇൻജക്ഷൻ ഓർഡർ വഴി വാർത്ത മറച്ചുവെക്കാൻ ശ്രമിച്ചു. ഹൈക്കോടതി പിന്നീട് ഈ ഉത്തരവ് പിൻവലിച്ചതോടെ വിഷയം പുറത്തായി. പ്രധാനമന്ത്രി സർ കെയർ സ്റ്റാർമർ ഈ ചോർച്ചയെ മുൻ സർക്കാരിന്റെ ഗുരുതര വീഴ്ചയെന്ന് വിമർശിച്ചു. താലിബാന്റെ കൈകളിൽ വിവരങ്ങൾ എത്തിയാൽ ജീവൻ അപകടത്തിലാകുമെന്ന ഭയത്താൽ 9 മാസത്തിനുള്ളിൽ 4,500 അഫ്ഗാനികളെ UK മാറ്റി. ഇതിനായി 400 മില്യൺ പൗണ്ട് ചിലവഴിച്ചു. ഇനിയും 400 മില്യൺ പൗണ്ട് ചിലവ് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ 600 അഫ്ഗാനി സൈനികരും 1,800 കുടുംബങ്ങളും ഇപ്പോഴും അഫ്ഗാനിസ്ഥാനിൽ കുടുങ്ങിക്കിടക്കുകയാണ്. മുൻ മന്ത്രിമാർ ഈ വീഴ്ചയ്ക്ക് വിശദീകരണം നൽകണമെന്ന് സ്റ്റാർമറിനോട് ആവശ്യപ്പെട്ടു. ബ്രിട്ടനിൽ ലേബർ പാർട്ടിയിൽ കനത്ത അച്ചടക്ക നടപടിയുമായി പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. ക്ഷേമ പരിഷ്കരണ ബില്ലിനെ എതിർത്ത 4 MPമാരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. നീൽ ഡങ്കൻ ജോർദാൻ, ബ്രയാൻ ലീഷ്മാൻ, ക്രിസ് ഹിഞ്ചലിഫ്, റേച്ചൽ മാസ്കർ എന്നിവർ ഇനി ഹൗസ് ഓഫ് കോമൺസിൽ സ്വതന്ത്രരായിരിക്കും. 47 MPമാർ ബില്ലിനെതിരെ വോട്ട് ചെയ്തതോടെ സ്റ്റാർമറിന്റെ നേതൃത്വം വെല്ലുവിളി നേരിടുകയാണ്. വിമതർക്കെതിരെ കർശന നടപടി തുടരുന്ന സ്റ്റാർമർ 3 MPമാരെ കൊമേഴ്ഷ്യൽ മാഞ്ചസ്റ്റർ റോളിൽ നിന്നും ഒഴിവാക്കി. യോർക്ക് സെൻട്രൽ MP റേച്ചൽ മാസ്കൽ തന്റെ നിയോജക മണ്ഡലത്തിനായി ശബ്ദമുയർത്തിയതിൽ ഖേദമില്ലെന്ന് പ്രതികരിച്ചു. എന്നാൽ ഈ വിഭാഗീയത സർക്കാരിന്റെ അധികാരത്തെ ദുർബലമാക്കിയിട്ടുണ്ട്. പ്രതിസന്ധികൾ തുടർന്നാൽ ടോറികളും റിഫോം UKയും ഇതിനെ മുതലെടുക്കുമെന്നും സർക്കാർ വീഴാൻ സാധ്യതയുണ്ടെന്നും വിലയിരുത്തലുകളുമുണ്ട്. ഇന്ത്യയും UKയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ അടുത്ത ആഴ്ച ഒപ്പുവെക്കുമെന്ന പ്രതീക്ഷയിൽ ഇരു രാജ്യങ്ങളും. നിയമപരമായ പരിശോധന പുരോഗമിക്കുന്ന ഈ കരാർ 2030ഓടെ ദ്വിമുഖ വ്യാപാരം $120 മില്യൺ ഇരട്ടിക്കാൻ ലക്ഷ്യമിടുന്നു. ഇന്ത്യയിൽ നിന്നുള്ള തുകൽ വസ്ത്രങ്ങൾ, പാദരക്ഷകൾ എന്നിവയുടെ നികുതി UK ഒഴിവാക്കും. ബ്രിട്ടീഷ് വിസ്കി, കാറുകൾ എന്നിവയുടെ ഇന്ത്യയിലെ തീരുവ കുറയും. മെയ് 6-ന് ചർച്ചകൾ പൂർത്തിയായതായി പ്രഖ്യാപിച്ചിരുന്നു. ഇത് ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് വലിയ അവസരങ്ങൾ തുറക്കും. ഈ കരാർ UK പാർലമെന്റിന്റെയും ഇന്ത്യൻ ക്യാബിനറ്റിന്റെയും അംഗീകാരം നേടിയ ശേഷം 1 വർഷത്തിനുള്ളിൽ പൂർണ്ണമായി നടപ്പാക്കും. തൊഴിൽ, നിക്ഷേപം, സാമ്പത്തിക വളർച്ച എന്നിവയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന ഈ കരാർ ഇന്ത്യ-UK ബന്ധത്തെ കൂടുതൽ ശക്തമാക്കുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. 3 രക്ഷിതാക്കളുടെ DNA ഉപയോഗിച്ച് UKയിൽ 8 ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ ജനിച്ചു എന്ന വാർത്ത വൈദ്യശാസ്ത്രത്തിൽ പുതിയ നാഴികക്കല്ല് ആകുന്നു. UKയിൽ 3 വ്യക്തികളുടെ DNA ഉപയോഗിച്ച് IVF സാങ്കേതിക വിദ്യ വഴി 8 ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ ജനിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. മെറ്റോകോൺട്രിയയിൽ ഡൊണേഷൻ ട്രീറ്റ്മെന്റ് എന്ന രീതി മാതാപിതാക്കളുടെ DNAയോടൊപ്പം ഒരു ദാതാവിന്റെ ആരോഗ്യമുള്ള മൈറ്റോകോൺട്രിയൽ DNA സംയോജിപ്പിച്ച് മസ്തിഷ്കക്ഷതം, ദൗർബല്യം, അന്ധത തുടങ്ങിയ ഗുരുതര ജനിതക രോഗങ്ങൾ തടയുന്നു. 2016-ൽ മെക്സിക്കോയിൽ ആദ്യമായി ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചെങ്കിലും UK ഈ ചികിത്സ നിയന്ത്രിതമായി നിയമവിധേയമാക്കിയ ആദ്യ രാജ്യമാണ്. ഹ്യൂമൻ ഫെർട്ടിലൈസേഷൻ ആൻഡ് എംബ്രിയോളജി അതോറിറ്റിയുടെ മേൽനോട്ടത്തിൽ നടന്ന ഈ പ്രക്രിയയിൽ ജനിച്ച 8 കുഞ്ഞുങ്ങളും ആരോഗ്യമുള്ളവരാണ്. എന്നാൽ ദീർഘകാല നിരീക്ഷണം അനിവാര്യമാണെന്ന് വിദഗ്ധർ വ്യക്തമാക്കുന്നു. വാർത്തകൾ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.